വിളിച്ചിട്ട് സാഗറെ കെട്ടാൻ എന്തെങ്കിലും ഉണ്ടോ നോക്ക സാഗറെ ചെല്ല് കൊണ്ടുപോവാ പെട്ടെന്ന് കൊണ്ടുപോടാ കൈകൊണ്ട് വലിക്ക് ചടങ്ങ് സമയത്ത് അയാൾ സ്വന്തം നമ്മുടെ കണ്ണുപിടിച്ച് വന്നിരിക്കാം ചടങ്ങ് മുടക്കാനായിട്ട് തല്ലി കൊല്ലുന്നതിനെ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അഭിനയിച്ചേ പറ്റൂ. ഞാൻ ചോദിച്ചതിനൊക്കെ നിങ്ങൾ സമാധാനം പറഞ്ഞില്ലല്ലോ. യവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ വിശ്വാസനെ കൊന്നത് യവനാണോ? യവൻ എന്തൊക്കെയാ ഈ അങ്ങനെ കാണിക്കുന്നത്? വിശ്വനാഥനെ കൊന്നത് നീ തന്നെയാണെന്നാണോ പറയുന്നത്? നീ തന്നെയാണെന്നല്ലേ? ഇയാളെ ഞാൻ നോക്കിക്കോളാം. കൈ കെട്ടിയോണ്ട് ചേപ്പ് വലിച്ചിളക്കി കളയത്തില്ല, നിലവിളിക്കത്തുമില്ല. നിങ്ങൾ പൊക്കോ. ഇവൻ വന്നത് വിശ്വനാഥനെ കൊന്നത് ഇവനാണെന്ന് കണ്ണനോട് പറയാനല്ലേ? എന്നാ പിന്നെ അതങ്ങ് പറയട്ടെ. എന്തിനാ നമ്മളിതൊക്കെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കുന്നേ? നീ പറയണ സംസാരിക്കാനുണ്ട്. സ്വബോധത്തോടെ ആണെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കോളൂ. ഇനി ഇവിടെ കിടന്ന് പറഞ്ഞാലുണ്ടല്ലോ തന്റെ വേറെ ഞാൻ കുത്തിപ്പിടിക്കും. ചപ്പല്ലേ പിന്നെ എന്താ ആനന്ദു? അമ്മാവനിപ്പോ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴുള്ള ചില അനുഭവങ്ങൾ നിങ്ങളെ മാറ്റിയെന്ന് ഞങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യം അങ്ങ് പറയാം. എന്താണെങ്കിലും പറഞ്ഞു ആനന്ദു, ഞാൻ ചതിക്കത്തില്ല. അയാൾ പറഞ്ഞത് സത്യം. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണനെയും കൊണ്ട് കണ്ണന്റെ അച്ഛൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയായിരുന്നല്ലോ കണ്ണന്റെ അച്ഛൻ മരിച്ചത്. ആ ലോറി ഡ്രൈവ് ചെയ്തിരുന്നത് ഈ പ്രതാപനാ. എന്തൊക്കെയാ മോനെ ഞാൻ കേൾക്കുന്നേ? അപ്പോ എന്റെ വിശ്വനാഥനെ കൊന്നത് അവനാണോ? അത് പിന്നെന്താ കണ്ണൻ അറിഞ്ഞാലേ? അതില് ചില പ്രശ്നങ്ങളുണ്ട് അമ്മാവ. എന്താ? അന്ന് ആ ആക്സിഡന്റിൽ മഹാലക്ഷ്മി സാക്ഷിയായിരുന്നു. അയ്യോ, പ്രതാപൻ ലോറി ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അന്ന് അയാൾക്കരികിൽ മഹി ഉണ്ടായിരുന്നു. അവളെന്താ ഇത് കണ്ണനോട് പറയാതിരുന്നത്? അത് മഹി കാണിച്ചൊരു മണ്ടത്തര. ഇത്രയും നാള് അതൊക്കെ മൂടി വെച്ചിട്ട് ഇനി കണ്ണനോട് അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നും അതിന് മഹി സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞാലേ അവനത് സഹിക്കാൻ പറ്റുമോ? ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ ഒരൊറ്റ കാരണം മതി അവര് തമ്മിലുള്ള ബന്ധം പൊട്ടിപ്പോകാൻ. എന്നെക്കാളും അനന്തുവിന് അറിയാമല്ലോ കണ്ണന് അവന്റെ അച്ഛനോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഇത് മൂടിവെക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ കണ്ണന് സംശയം തോന്നിന്ന എനിക്കിപ്പോ തോന്നുന്നത്. പ്രതാപം പലതവണ കണ്ണനെ വിളിച്ചതാണോ കണ്ണൻ പറഞ്ഞത്? ആ അതെ, വിളിച്ചതൊക്കെ ഈ വിവരം പറയാനാ. എന്റെ അനന്തു, അവനല്ലേ വിശ്വനാഥനെ ലോറി ഇടിച്ചു കൊന്നത്. അക്കാര്യം കണ്ണനോട് പറഞ്ഞ പ്രതാപം കോടതി കയറേണ്ടി വരില്ലേ? ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? അത് ശരിയാ. പക്ഷെ അതേപ്പറ്റി ആലോചിക്കാനുള്ള ബുദ്ധി അയാൾക്കില്ല. കണ്ണന്റെ അച്ഛന്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. അത് ശരിയായിരിക്കും.